ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് POC നമുക്കായി സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധ്യായം 1, ചോദ്യം നമ്പർ 318. രക്ഷയുടെ സദ്വാർത്ത എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സത്യത്തിൻ്റെ വചനത്തെ. 319. സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ, അതായത് എഫേസോസുകാർ, അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാൽ ആണ്? വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 320. ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആരാണ്? പരിശുദ്ധാത്മാവ്. 321. എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന്. 322. തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവും ആയവൻ. 323. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അധ്യായം 2, ചോദ്യം 324. ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോട് കൂടെയാണ്? യേശുക്രിസ്തുവിനോട് കൂടെ. 325. യേശുക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ച് ഇരുത്തിയത് എവിടെയാണ്? സ്വർഗത്തിൽ അവനോട് കൂടെ. 326. ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തിയത് എന്തിന് ആണ്? അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ. 327. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എന്ത്? രക്ഷ. 328. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണ് എന്നാണ് എഫേസോസ് 2:8 പൗലോസ് പറയുന്നത്? വിശ്വാസം വഴി, കൃപയാൽ. 329. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? രക്ഷയെക്കുറിച്ച്. 330. നാം ആരുടെ കരവേലയാണ്? ദൈവത്തിൻ്റെ. 331. ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടി ആണ്? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി. 332. ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എന്ത്? അപരിച്ഛേദിതർ എന്ന്. അധ്യായം 3, ചോദ്യം 333. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാൽ ആണ്? പരിശുദ്ധാത്മാവിനാൽ. 334. എഫേസോസ് 3:7 പ്രകാരം പൗലോസ് എന്തിൻ്റെ ശുശ്രൂഷകൻ ആണ്? സുവിശേഷത്തിൻ്റെ. 335. ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകൻ ആയത്?
ദൈവത്തിൻ്റെ കൃപാവരത്താൽ. അധ്യായം 4, ചോദ്യം നമ്പർ 336. നമുക്കോരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിന് അനുസൃതമായാണ്? ക്രിസ്തുവിൻ്റെ ദാനത്തിന്. 337. ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെ ആണ്? അസംഖ്യം തടവുകാരെ. 338. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആര്? ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു. 339. ആർക്ക് അവസരം കൊടുക്കരുത് എന്നാണ് 4:27 കാണുന്നത്? സാത്താന്. 340. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആര് എന്നാണ് പൗലോസ് പറയുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അധ്യായം 5, ചോദ്യം 341. ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത്? വത്സല മക്കളെ പോലെ. 342. എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് 5:2 പൗലോസ് നടത്തുന്നത്? സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം. 343. പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തു. 344. സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെ ആണ്? ക്രിസ്തുവിനെ. 345. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്ത് ആയിട്ടാണ്? സുരഭില കാഴ്ചയും ബലിയുമായി. 346. എഫേസോസ് 5:3 നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ എന്തെല്ലാമാണ്? വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം. 347. ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ. 348. നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ്? മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും. 349. നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ്? കൃതജ്ഞതാ സ്തോത്രം. 350. കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരം ആണ്? ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ. 351. എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞതയർപ്പിക്കേണ്ടത് ആർക്ക് ആണ്? പിതാവായ ദൈവത്തിന്. 352. പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിൽ ആണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. 353. പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതി ആണ്? ക്രിസ്തുവിനോട്. 354. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത്? പരസ്പരം വിധേയരായിരിക്കാൻ. 355. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരം ആണ്? കർത്താവിന് എന്ന പോലെ. 356. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെ ആണ്? സഭയെ. 357. സഭ ക്രിസ്തുവിൻ്റെ ശരീരമെങ്കിൽ അതിൻ്റെ ശിരസ് ആര്? ക്രിസ്തു. 358. ഭാര്യയുടെ ശിരസ് ആര്? ഭർത്താവ്. 359. സഭയാകുന്ന ശരീരത്തിൻ്റെ രക്ഷകൻ ആര്? ക്രിസ്തു. 360. ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരം ആണ്? സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ. അധ്യായം 6, ചോദ്യം 361.
തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിൻ്റെ കവചമാണ് ധരിക്കേണ്ടത്? നീതിയുടെ. 362. പൂരിപ്പിക്കുക. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ. പാദരക്ഷകൾ. 363. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത്? വിശ്വാസത്തിൻ്റെ പരിച. 364. ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്ത്? രക്ഷയുടെ പടത്തൊപ്പി. 365. ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിൻ്റെ വാൾ ഏത്? ദൈവവചനം. തിരഞ്ഞെടുക്കപ്പെട്ട 365 ചോദ്യങ്ങളാണ് ഈ വീഡിയോകളിലൂടെ നമ്മൾ പഠിച്ചത്. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം ബൈബിളും ചോദ്യോത്തരങ്ങളും പഠിച്ച് മുഴുവൻ ചോദ്യോത്തരങ്ങളും ഹൃദിസ്ഥമാക്കാനും മുഴുവൻ മാർക്കും കരസ്ഥമാക്കാനും എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.